അടിസ്ഥാനം മുതൽ, അതായത് ഏറ്റവും ഗ്രൗണ്ട് ലെവൽ തൊട്ട് നിങ്ങളെ ഹയർ ലെവലിലേക്ക് കൊണ്ടുപോകാൻ, നിങ്ങളെ കംപ്ലീറ്റ്ലി എക്സാം റെഡി ആക്കുന്ന കംപ്ലീറ്റ് കവറേജ് വരുന്ന ബാച്ചസ് ആണ് എൻട്രിയിലൂടെ നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ വരുന്ന ജൂൺ 23-ാം തീയതി നമ്മുടെ SSC CHSL എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വരെയാണ് അല്ലേ. അപ്പോൾ SSC CHSL എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഇതിന് മുൻപത്തെ വർഷങ്ങളിൽ SSC CHSL എക്സാമിൻ്റെ Tier 1-ൻ്റെയും Tier 2-ൻ്റെയും കട്ട് ഓഫ് എത്രയാണ് എന്നുകൂടി നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കിയാലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതാണ്. ഇതിനു മുൻപ് നടന്നിരിക്കുന്ന SSC CHSL എക്സാംസിൻ്റെ പ്രീവിയസ് ഇയർ കട്ട് ഓഫ്സ് ആണ് നമ്മളിവിടെ അനലൈസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമ്മുടെ അനാലിസിസ് നമ്മൾ ചെയ്യുന്നത് പോസ്റ്റ് വൈസ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം SSCയുടെ CHSL എക്സാമിൽ പ്രധാനമായിട്ടും 3 പോസ്റ്റുകളാണ് വരാറുള്ളത്. ഒന്ന് LDC അല്ലെങ്കിൽ ലോവർ ഡിവിഷൻ ക്ലർക്ക്, പിന്നെ വരുന്നത് ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ്, ഇത് രണ്ടും ഏകദേശം സെയിം ആണ്. പിന്നെ വരുന്നത് ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ. അപ്പോൾ ഡേറ്റ എൻട്രി ഓപ്പറേറ്ററിൻ്റെ കട്ട് ഓഫ് ഇതിൻ്റെ രണ്ടിൻ്റെയും കട്ട് ഓഫിനേക്കാളും ഒത്തിരി ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമ്മൾ ആദ്യം തന്നെ SSCയുടെ CHSL എക്സാം Tier 1-ൻ്റെ കട്ട് ഓഫ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഔട്ട് ഓഫ് 200-ലാണ് SSCയുടെ CHSL Tier 1 കട്ട് ഓഫ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം ഇവിടെ 4 സബ്ജക്ട്സ് ഉണ്ട്. ഒരു 100 ക്വസ്റ്റ്യൻസും അതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ 2 മാർക്ക് വീതം 200 മാർക്സ് ആണ് ടോട്ടൽ വരുന്നത്. സോ ഔട്ട് ഓഫ് 200-ലാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കട്ട് ഓഫ്സ് ഒക്കെ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് CHSL എക്സാമിൻ്റെ Tier 1 കട്ട് ഓഫ് ഫോർ LDC ആൻഡ് JSA, അതായത് ലോവർ ഡിവിഷൻ ക്ലർക്കിൻ്റെയും ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെയും ഈ പോസ്റ്റുകളിലേക്കുള്ള 2024 കട്ട് ഓഫ് ആണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ കാറ്റഗറി വൈസ് ആയിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും. അൺറിസർവ്ഡ് കാറ്റഗറിക്ക് 157 മാർക്ക് ഔട്ട് ഓഫ് 200 ആയിരുന്നു കട്ട് ഓഫ് വന്നിട്ടുണ്ടായിരുന്നത്. SC ആൻഡ് ST നോക്കിയിട്ടുണ്ടെങ്കിൽ 139 ആൻഡ് 129 നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിനുശേഷം EWS എക്കണോമിക്കലി വീക്കർ സെക്ഷനിലുള്ളവർക്ക് കുറച്ച് കുറവാണ്, OBC-ക്കാർക്കും കുറച്ച് കുറവാണ്. എന്നാൽ ഇവിടെ ESM കാറ്റഗറിക്കും അതുപോലെ തന്നെ കുറച്ച് ഡിസബിലിറ്റീസ് ഉള്ള കാറ്റഗറിക്കൊക്കെ കട്ട് ഓഫ് ഭയങ്കര കുറവായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് LDCയുടെയും JSAയുടെയും കട്ട് ഓഫ് ഫോർ 2024 കാറ്റഗറി വൈസ് ആണ്. ഇനി അത് തന്നെ നമ്മുടെ DEOയുടെ പോസ്റ്റിലേക്ക് നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ കട്ട് ഓഫിൽ അത്യാവശ്യം നല്ല ഡിഫറൻസ് വന്നിട്ടുണ്ട്. ഓക്കെ, സോ അങ്ങനെയുള്ളവർക്ക് ഔട്ട് ഓഫ് 200-ലേക്ക് പോയപ്പോൾ, DEOൻ്റെ കാറ്റഗറിയിലേക്ക് പോയപ്പോൾ ഇവിടെ അൺറിസർവ്ഡ് കാറ്റഗറിക്ക് 176 വരെയാണ് കട്ട് ഓഫ് പോയിരിക്കുന്നത്. ഓക്കെ, വീണ്ടും SC ST അതുപോലെ തന്നെ റിസർവേഷനിലുള്ളവർക്കൊന്നും വലിയ ഡിഫറൻസ് വരുന്നില്ല. അത്ര തന്നെയാണ് ഇവിടെ നമ്മുടെ കട്ട് ഓഫ് ആയിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇത് രണ്ടും കൂടെയുള്ള ഒരു കമ്പാരിസൺ ആണ് നമ്മൾ ഇവിടേക്ക് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. DEOയുടെ കമ്പാരിസണും LDC ആൻഡ് JSAയുടെ കമ്പാരിസണും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അൺറിസർവ്ഡ് കാറ്റഗറിക്ക് ഇവിടെ 157 ആയിരുന്നെങ്കിൽ ഇവിടെ 176 ആണ്. ഏകദേശം 20 മാർക്സോളം ഇവിടെ DEOയുടെ കട്ട് ഓഫ് കൂടിയിട്ടുണ്ട്. ഇനി അത് തന്നെ SC ST നോക്കുകയാണെങ്കിൽ 139-ഉം 166-ഉം ഇവിടേക്ക് 25 മാർക്കോളം കൂടിയിട്ടുണ്ട്. ഇവിടെയും അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഡിഫറൻസ് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് 2024-ലെ കാര്യമാണ്. ഇനി നേരെ തിരിച്ച് 2023-യുടെ ഇതിൻ്റെ രണ്ടിൻ്റെയും കമ്പാരിസൺ നമുക്ക് നോക്കാം. സോ LDC JSA വേഴ്സസ് DEO ഓഫ് 2023 ആണ് അടുത്ത് നമ്മൾ കാണുന്നത്. അപ്പോൾ അവിടെയും ഇതുപോലെ തന്നെ DEOയുടെ കട്ട് ഓഫിന് വലിയ ഡിഫറൻസ് ഒന്നും വരുന്നില്ല. അത്യാവശ്യം നല്ല ഹൈ കട്ട് ഓഫാണ് DEOയുടെ പോസ്റ്റിലേക്ക് വരുന്നത്. ഇവിടെ 153, ഇവിടെ 169 ആണ്. ഇവിടേക്ക് 136 വരുന്നത് 157 വന്നിട്ടുണ്ട്. 20 മാർക്സിൻ്റെ വ്യത്യാസം. ഇവിടേക്ക് ഏകദേശം 30 മാർക്സിൻ്റെ വ്യത്യാസം. OBCയിലേക്ക് നോക്കുമ്പോഴേക്കും വീണ്ടും ഒരു 15 മാർക്സിൻ്റെ വ്യത്യാസം. ഓക്കെ, അപ്പോൾ ഇത്രയും ഡിഫറൻസ് ആണ് നമുക്ക് 2023-ൽ കാണാൻ പറ്റുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മുടെ ഒരു 2015 വരെയുള്ള ഡേറ്റയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ ക്ലിയർ ആയിട്ട് കാണാം. 2023 നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. 2022-ൽ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് LDCയുടെയും JSAൻ്റെയും കൂടെയാണ് കേട്ടോ. DEOൻ്റെ എടുത്തിട്ടില്ല. ഔട്ട് ഓഫ് 200 157 ആയിരുന്നു. ഇവിടേക്ക് 140 ആയിരുന്നു, 140. വീണ്ടും ഇവിടെ മാത്രം 159 ഉണ്ട്. അതിനുശേഷമൊക്കെ താഴേക്ക് തന്നെയാണ് പോയിരിക്കുന്നത്. സോ നമ്പർ ഓഫ് ഇയേഴ്സ് കൂടുന്നതിനനുസരിച്ച് ഈ എക്സാമിനെ പറ്റിയിട്ടുള്ള അവയർനെസ് ഒക്കെ ഒത്തിരി കൂടുന്നത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ കട്ട് ഓഫ് വീണ്ടും ഉയർന്നു തന്നെ വരുന്നത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മുടെ Tier 2-ൻ്റെ കട്ട് ഓഫ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ Tier 2 എക്സാമിനേഷൻ ഇവിടെ പല മോഡ്യൂൾസിലായിട്ടാണ് നടക്കുന്നതെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലേ. സോ ഇവിടെ സെഷൻ 1 സെഷൻ 2 ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ തന്നെ സെക്ഷൻ 1 2 3 ഉണ്ട്. ഓരോ സെക്ഷനിലും 2 മോഡ്യൂൾസ് വെച്ചിട്ടുണ്ട്. മോഡ്യൂൾ 1 മോഡ്യൂൾ 2 ഉണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ഫസ്റ്റ്
മാത്സും റീസണിങ്ങും ഇംഗ്ലീഷ് ലാംഗ്വേജും ജനറൽ അവയർനെസ്സും ഇത് 4 കൂടെ ചേർത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഔട്ട് ഓഫ് 360 മാർക്സ് കിട്ടും. അതായത് ഇവിടെ 180, ഇവിടെ 180, ഇവിടെ നിന്നും നിങ്ങൾക്ക് 360 കിട്ടും. ഇതിലാണ് നിങ്ങളുടെ Tier 2-ൻ്റെ കട്ട് ഓഫ് വരുന്നത്. കാരണം കമ്പ്യൂട്ടർ നോളജ് മൊഡ്യൂളും നിങ്ങളുടെ ടൈപ്പിംഗ് ടെസ്റ്റും അത് രണ്ടും ക്വാളിഫയിങ് ഇൻ നേച്ചറാണ്. എന്ന് വെച്ചാൽ ഇതിൽ കിട്ടുന്ന മാർക്ക് നമ്മൾ ഇതിലേക്ക് കൂട്ടില്ല. പ്യുവർലി നിങ്ങളുടെ ഈ 2, അതായത് സെക്ഷൻ 1ഉം സെക്ഷൻ 2ഉം ബേസ്ഡ് ആയിട്ടാണ് നിങ്ങളുടെ കട്ട് ഓഫ് ഡിറ്റർമൈൻ ചെയ്യപ്പെടുന്നത് Tier 2-ൻ്റെ കേസിലാണെങ്കിൽ. ഇനി CHSL ജോലികൾ പല മിനിസ്ട്രീസിലേക്കും പല ഡിപ്പാർട്ട്മെൻറ്റ്സിലേക്കുമാണ്. ഫോർ എക്സാമ്പിൾ മിനിസ്ട്രി ഓഫ് പവർ, മിനിസ്ട്രി ഓഫ് ഡിഫൻസ്, മിനിസ്ട്രി ഓഫ് ഹോം അഫെയർസ്, മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫെയർസ്, അങ്ങനെ ഒരുപാട് മിനിസ്ട്രികളിലേക്ക് ഉള്ള ക്ലറിക്കൽ ജോലികളിലേക്കാണ് ഈ CHSL എക്സാം നടത്തപ്പെടുന്നത്. സോ അതുകൊണ്ട് തന്നെ ഓരോ മിനിസ്ട്രി മാറുന്നതിനനുസരിച്ചും Tier 2-ൻ്റെ കട്ട് ഓഫ് മാറും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡേറ്റ് കൂടി നമുക്കിവിടെ നോക്കാം. സോ ഇതിൽ ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് ഔട്ട് ഓഫ് 360, 346 വരെ നമുക്ക് കട്ട് ഓഫ് വരുന്നത് മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എക്സ്പെൻഡിച്ചർ, കൺട്രോളർ ജനറൽ ഓഫ് അക്കൗണ്ട്സ്. അപ്പം ഇതിലേക്കാണ് നമ്പർ, അതായത് കട്ട് ഓഫ് ഭയങ്കര ഹൈ ആയിട്ട് വന്നിരിക്കുന്നത്. ഇത് Tier 2-ൻ്റെ കട്ട് ഓഫ് ആണ്. പിന്നെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾ കാസ്റ്റ്, മിനിസ്ട്രി ഓഫ് പവർ, മിനിസ്ട്രി ഓഫ് ഡിഫൻസ്, മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഹോം അഫെയർസ്, ഇങ്ങനെ പല പല ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ മാർക്സ്, കട്ട് ഓഫ് മാർക്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും അല്ലേ. ഇനി അതിനുശേഷം വീണ്ടും കുറഞ്ഞിട്ടുണ്ട്. മിനിസ്ട്രി ഓഫ് ഹോം അഫെയർസിൽ തന്നെ വേറെ ഡിവിഷൻ, സെൻട്രൽ പാസ്പോർട്ട് ഓർഗനൈസേഷൻ, MHA, നാഷണൽ ഇൻ്റലിജൻസ് ഏജൻസി, അങ്ങനെ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എല്ലാം കട്ട് ഓഫ് 2024-ലെ കട്ട് ഓഫാണ് നമ്മളിവിടേക്ക് എടുത്തു വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കട്ട് ഓഫ് ഇങ്ങനെയാണെന്നൊക്കെ മനസ്സിലായിട്ടുണ്ട്. സോ അതിനുവേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളിപ്പോൾ ഓൾറെഡി പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. സോ നിങ്ങളുടെ പ്രിപ്പറേഷൻ റൈറ്റ് ട്രാക്കിലാണോ, എങ്ങനെയാണ് നിങ്ങൾക്കത് അറിയാൻ പറ്റുക? സോ നിങ്ങൾ പേടിക്കേണ്ട കാര്യമല്ല. നിങ്ങളുടെ പ്രിപ്പറേഷൻ റൈറ്റ് ട്രാക്കിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി നമ്മുടെ എൻട്രി ആപ്പിൽ നമ്മൾ ഇഷ്ടം പോലെ അടിപൊളി ക്ലാസ്സസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ പോലും നിങ്ങളുടെ പ്രിപ്പറേഷൻ ഹൈ ലെവലിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഫൗണ്ടേഷൻ ബാച്ചസ് നമ്മുടെ എൻട്രി ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ അവിടെ എന്താ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കംപ്ലീറ്റ് സിലബസും കവറേജ് ഉറപ്പായിട്ടും ഞങ്ങൾ നിങ്ങൾക്ക് പ്രോമിസ് ചെയ്യുന്നു. അത് ബേസിക് ലെവൽ, അതായത് ഫൗണ്ടേഷൻ ലെവൽ മുതൽ നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്ത് തന്നെയായിരിക്കും പോകുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് ഏതൊക്കെ ഏരിയാസ് ആണോ വീക്കായിട്ട് തോന്നുന്നത് അത്തരം ഏരിയാസ് നമ്മൾ അസസ് ചെയ്ത് അവിടെ നിങ്ങൾക്ക് എക്സ്ട്രാ കോച്ചിങ് ലഭിക്കുന്നതായിരിക്കും. അതിനുശേഷം നമ്മുടെ 4 സ്റ്റേജസിലൂടെയാണ് പ്രിപ്പറേഷൻ കൊണ്ടുപോകുന്നത്. സോ ഫസ്റ്റത്തെ സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ്, ഇനി 3ാമത്തെ സ്റ്റേജ് കംപ്ലീറ്റ്ലി പ്രാക്ടീസ് ഓറിയൻറ്റഡ് ആയിരിക്കും. നമ്മൾ പഠിച്ചതെല്ലാം നിങ്ങളുടെ സ്പീഡും ആക്യുറസിയും കൂട്ടാൻ വേണ്ടി നമ്മൾ പ്രാക്ടീസ് സെഷൻസും നിങ്ങൾക്ക് അവൈലബിൾ ആക്കി തരുന്നതായിരിക്കും. അതുകൂടാതെ തന്നെ നമ്മുടെ മെയിൻസ് ലെവൽ പ്രിപ്പറേഷൻ, സോ നമ്മുടെ Tier 1-ൽ വരുന്ന സബ്ജക്റ്റുകൾ തന്നെയാണ് Tier 2-ലേക്കും വരുന്നത്. സോ അതിൻ്റെ പ്രിപ്പറേഷനും കൂടെ നമ്മൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നിങ്ങൾ യൂട്യൂബിൽ കാണുന്നത് പോലത്തെ ഒരു ക്ലാസ് അല്ല. നിങ്ങളുടെ അടിസ്ഥാനം മുതൽ, അതായത് ഏറ്റവും ഗ്രൗണ്ട് ലെവൽ തൊട്ട് നിങ്ങളെ ഹയർ ലെവലിലേക്ക് കൊണ്ടുപോകാൻ, നിങ്ങളെ കംപ്ലീറ്റ്ലി എക്സാം റെഡി ആക്കുന്ന കംപ്ലീറ്റ് കവറേജ് വരുന്ന ബാച്ചസ് ആണ് എൻട്രിയിലൂടെ നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലൂടെ നിങ്ങൾക്ക് നമ്മളെ കണക്ട് ചെയ്യാം. ഇതേ നമ്പർ തന്നെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി അത് മാത്രമല്ല, ചിലപ്പോൾ ഞാൻ കഴിഞ്ഞപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കും. അങ്ങനെയുള്ള എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ഒരു ഗൂഗിൾ ഫോമിലൂടെ നമ്മളോട് എഴുതി കണക്ട് ചെയ്ത് ചോദിക്കാവുന്നതാണ്. ഇനി ഇതുപോലെയുള്ള എല്ലാ നോട്ടിഫിക്കേഷൻസിനെ പറ്റിയിട്ടും എല്ലാ ഗവൺമെൻറ് ജോലികളെ പറ്റിയിട്ടുമുള്ള എല്ലാ അപ്ഡേറ്റുകളും നിങ്ങൾക്ക് സമയാസമയത്ത് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ എല്ലാ ന്യൂസുകളും നിങ്ങളെ അപ്പോൾ തന്നെ റീച്ച് ചെയ്യുന്നതായിരിക്കും. അതിനുവേണ്ടി നിങ്ങളുടെ നോട്ടിഫിക്കേഷൻസും കൂടെ നിങ്ങളൊന്ന് ഓൺ ചെയ്ത് വെക്കുക, ബെല്ലൈക്കൺ കൂടെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി നമുക്ക് യൂട്യൂബിൽ മാത്രമല്ല കേട്ടോ, നമുക്ക് വാട്സാപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്, നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ചാനൽസ് ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഈ 4 സ്റ്റെപ്പ് സ്റ്റഡീസിൽ നിങ്ങൾക്ക് നമ്മുടെ ഈ പ്ലാനിലൂടെ എൻട്രിയുടെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന കാര്യങ്ങളും കൂടെ ജസ്റ്റ് ഒന്ന് പറയാം. നമ്മുടെ എൻട്രിയിലെ ഏറ്റവും എക്സ്പേർട്ട് ആയിട്ടുള്ള ടീച്ചേഴ്സ് ക്രാഫ്റ്റ് ചെയ്തിരിക്കുന്ന സ്റ്റഡി പ്ലാനിലൂടെ ആയിരിക്കും നിങ്ങളുടെ ഓരോ ക്ലാസ്സും മുന്നോട്ട് പോകുന്നത്. അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ ടീച്ചേഴ്സിൻ്റെ ക്ലാസ്സസ് എത്ര തവണ വേണമെങ്കിലും കാണാം. അവർ റെക്കോർഡ് ക്ലാസ്സസിനുള്ള അൺലിമിറ്റഡ് ആക്സസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുകൂടാതെ തന്നെ ലൈവ് ക്ലാസ്സസിലൂടെ നിങ്ങൾക്ക് ഇതേ ടീച്ചേഴ്സുമായി
നിങ്ങളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ള അവസരം ഉണ്ടാകും. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ആണെങ്കിലും നമ്മുടെ മെൻറ്റേഴ്സും ടീച്ചേഴ്സും നിങ്ങളുടെ സപ്പോർട്ടിനായിട്ട് എപ്പോഴും കൂടെ ഉണ്ടായിരിക്കും. സോ 100% ഡൗട്ട് ക്ലിയറൻസും അതുകൂടാതെ തന്നെ മെൻറ്റർഷിപ്പിൻ്റെ ഗൈഡൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയുള്ള മോക്ക് ടെസ്റ്റുകളും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും, അതായത് ആക്ച്വൽ എക്സാം പോലെ തന്നെയാണ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസും വെയിറ്റേജും നെഗറ്റീവ് മാർക്കിംഗ് ഒക്കെ വരുന്നത്. അത്തരത്തിലുള്ള മോക്ക് ടെസ്റ്റുകളും നമ്മുടെ എൻട്രി ആപ്പിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മുടെ ആപ്പിലൂടെ നിങ്ങൾക്ക് ലഭിക്കും. സോ അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ അറിയാനും നമ്മുടെ കോഴ്സസ് ഒക്കെ ഓഫർ പ്രൈസിൽ ലഭിക്കാനും ഈ കാണുന്ന നമ്പറിൽ ജസ്റ്റ് നമ്മളെ ഒന്ന് കണക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും വരാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.